പച്ചക്കള്ളം പറഞ്ഞൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഷാജി പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്, വേറൊന്നും പറയേണ്ട കാര്യം. പക്ഷെ എന്നാ പിന്നെ അതിനൊരു മറുപടി കൊടുത്തേക്കാം എന്ന് കരുതി ഞാൻ വേങ്ങരയിൽ വന്നതല്ല. അദ്ദേഹത്തെ കുറിച്ച് പ്രത്യേകിച്ച് അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. പരസ്പര ബഹുമാനത്തോടെ മാത്രമേ ഞാൻ സംസാരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരാക്ഷേപവും ഇവിടെ പറയുന്നില്ല, ഒരാക്ഷേപവും പറയുന്നില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാനൊരു കോൺഗ്രസ് യോഗത്തിന്റെ ഒരു വീഡിയോ ദൃശ്യം കണ്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഒരു വീഡിയോ ദൃശ്യം, കോൺഗ്രസിന്റെ യോഗമാണ് എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ആ യോഗം ഇവിടുത്തെ തന്നെ യോഗമാണ്. അപ്പൊ അതിൽ പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാവ് പറയാണ്, എന്ത് എന്റെ ഇന്നോളമുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ, എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളൊന്നും ആയിട്ടില്ല, ഞാൻ പുതിയ തലമുറയിൽപ്പെട്ട ഒരാളാണ്, എന്നാലും കുറെ തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ കണ്ടില്ലേ. ഇന്നോളം ഒരു തിരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രസംഗം സ്വന്തം മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ നേതാവ് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. എന്താണ്? അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് യോഗത്തിൽ. പക്ഷെ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ സ്ഥാനാർത്ഥി നല്ലവനല്ലെങ്കിലും, എന്റെ വാക്കല്ല, ആരും തെറ്റിദ്ധരിച്ച് പറയുന്നു, നമ്മുടെ സ്ഥാനാർത്ഥി നല്ലവനല്ലെങ്കിലും വർഗീയവാദിയാണെങ്കിലും കൊള്ളരുതാത്തവനാണെങ്കിലും അയാൾക്ക് വോട്ട് കൊടുക്കണം. നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്? അങ്ങനെയാണ് വോട്ട് വയ്ക്കുന്നത്. ഇതിനേക്കാൾ ഒരു ദുരന്തം ഒരു സ്ഥാനാർത്ഥിക്ക് നേരിടാനുണ്ട്. സ്വന്തം കൂടെ നിൽക്കുന്നവർ വോട്ടർമാരോട് വോട്ട് ചോദിക്കേണ്ടവർ പറയാണ്, ഞങ്ങളെ സ്ഥാനാർത്ഥി നല്ല ആളല്ല, ഒരു തല്ലിപ്പൊളിയാണ്, എന്നാലും നിങ്ങളൊരു വോട്ട് കൊടുക്കണം. ഇതാണ് വേങ്ങരയിൽ ഇപ്പോൾ കാണുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെയാണ് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത്, പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് ഈ നാടിനാകെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ കഴിയുന്ന സർവ്വസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട സബാഹ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അദ്ദേഹം ഏതെങ്കിലും ഒരു അനങ്ങാൻ പറ്റില്ല. കോൺഗ്രസിനോടൊപ്പം ഒട്ടിനിന്ന് ഈ രാജ്യത്ത് എന്ത് കലാപം നടന്നാലും, എത്ര പേരുടെ ജീവൻ പോയാലും, അരനിമിഷ നേരത്തേക്കെങ്കിലും അധികാരത്തിന്റെ കസേര കിട്ടിയാൽ മതി എന്ന നിലയിലാണ് മുസ്ലിം ലീഗ് ചിന്തിക്കുന്നത്. എന്തിനാണ് RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നത്? എന്തായിരുന്നു അതിന്റെ ആവശ്യം? ഒരു തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നത് പോലെ തുച്ഛമായ കൂലിക്ക്, പെൻഷനില്ല, മറ്റാനുകൂല്യങ്ങളില്ല, തൊഴിൽ സുരക്ഷിതത്വമില്ല, ഒന്നുമില്ല, അങ്ങനെ ദിവസക്കൂലിക്ക് ആളായിരുന്നു. ആ പരിപാടിയും PSC നിയമനം ഇല്ല. അതാണ് നമ്മുടെ രാജ്യത്തെ സ്ഥിതി. ഇവിടെ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ 3 ലക്ഷം യുവതി യുവാക്കൾ സർക്കാർ ജോലിക്കാരായി മാറി പിണറായി സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഈ കേരളത്തിൽ. ഇതാണ് മാറ്റം. 2 or 1 ഒക്കെ ഉള്ളൂ ഇവിടെ, 2 പേർക്ക് അത്രേ ഉള്ളൂ. പക്ഷെ കിട്ടുന്നതോ 100 പേർക്ക് ഇന്ത്യയിൽ ജോലി കിട്ടുമ്പോ അതല്ല 60 കേരളത്തിൽ. ഇതെങ്ങനെ സംഭവിക്കും? അതിലൊരു അത്ഭുതം, ഒരു അവിശ്വസനീയത.